ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ തപ്നയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് ഹെയർ കളറിങ്ങിനെ കുറിച്ചിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇന്ന് ദിവസം വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ 2 തവണ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ചെയ്തത് 2022-ലും പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് April 1 പിന്നെ കളറിങ് ചെയ്തത്. അപ്പോൾ 2 തവണ ഹെയർ കളർ ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസവും 2 തമ്മിലുള്ള വ്യത്യാസവും പിന്നെ 2 ഞാൻ എങ്ങനെയൊക്കെയാണ് കെയർ കൊടുത്തത്, എന്തൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം കളർ ചെയ്യുമ്പോൾ ഇപ്പോൾ കളർ ചെയ്യണം എന്നൊരു ആഗ്രഹം മാത്രമേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു കളറും അതിന് വേണ്ടി ചൂസ് ചെയ്തിരുന്നു, പക്ഷേ വേറെ ഒന്നും അതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നില്ല. എങ്ങനെയാണെന്ന് അറ്റ്ലീസ്റ്റ് നോക്കുക പോലും ചെയ്തിട്ടുണ്ടായില്ല. എന്നിട്ട് അന്നേരം അവിടെ പോയി. അവിടെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കളർ അവിടെ ഉണ്ടായില്ല. അതായത് ഞാനൊരു റെഡ് ഷെയ്ഡിലേക്ക് വന്നൊരു ഷെയ്ഡാണ് ഉദ്ദേശിച്ചിട്ട് പോയിരുന്നത്. പക്ഷേ അന്നേ ദിവസം ആ കളർ അവിടെ തീർന്നു പോയി, സ്റ്റോക്ക് ഔട്ട് ആയെന്നോ പറഞ്ഞു പോയി. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്തേ മതിയാവൂ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അവിടെയുള്ള ഒരു കളർ ചെയ്തു. കളർ അന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളോട് ചോദിച്ചു ഈ കളർ ചെയ്തോട്ടെ, അപ്പോൾ നമ്മൾ ആന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് നമ്മുടെ ഹെയറിൽ പിടിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കളർ ആയിരുന്നില്ല വന്നത്. അപ്പോൾ അത് മാത്രമല്ല, ബ്ലീച്ചും കൂടെ ചെയ്ത കാരണം ഹെയർ ഭയങ്കര ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പായി. ഇത്രയും ആഗ്രഹിച്ച് ചെയ്ത ഹെയർ എൻ്റെ ഹെയറിനെ ഡാമേജ് ആക്കാണല്ലോ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമായി. കാരണം എൻ്റെ ഹെയർ കുറച്ച് ലോങ് ഹെയർ. അപ്പോൾ നമ്മുടെ ഹെയറിന് ഡാമേജ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്താൽ പോയി ചെയ്തിട്ട് ഹെയർ ഡാമേജ് എന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുടെ വശത്ത് നമ്മുടെ സൈഡിൽ നിന്നും ഒരു വിഷമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹെയർ ഓയിലൊക്കെ ഇട്ട് വാഷിങ് കളറൊന്നും നോക്കിയില്ല. നമുക്ക് കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓയിലൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയും. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ ഓയിൽ യൂസ് ചെയ്യും, വാഷ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് പേഴ്സണലി ആ കളർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കുറേ പേരൊക്കെ കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെയിം കളർ തന്നെ പോയി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഹെയർ ഡ്രൈ ആയപ്പോൾ അതൊരു ഇതായതാണോ എന്ന് അറിയില്ല. അങ്ങനെ പിന്നെ അപ്പം അന്ന് ഞാൻ വിചാരിച്ചു കളർ ചെയ്യില്ല എന്നുള്ളൊരു ഇതിലെത്തിൻ്റെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, അതായത് 2022 ചെയ്തിട്ട് പിന്നെ ഞാൻ 2025 അതായത് 24 ലാസ്റ്റോട് കൂടി വീണ്ടും ഒരു ആഗ്രഹം ചെയ്താലോ. കാരണം ഹെയർ മുടിയൊക്കെ ചെയ്തതാണ് ഞാൻ ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുടി ലെങ്ത്തൊക്കെ വെച്ച് അതൊക്കെ പോയി അവസാനം ടിപ്പിൽ മാത്രം ആയിട്ടുണ്ടായി. അപ്പോൾ പിന്നെ വീണ്ടും ആഗ്രഹം ചെയ്താലോ എന്നുള്ളത്. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനമാണ്. ഞാൻ തൃശ്ശൂരിലൊരു സലൂണിൽ പോയിട്ടാണ് ചെയ്തത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ആയ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അന്ന് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരുന്നു, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവരോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബ്ലീച്ചിങ്ങിലാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഹെയർ നമ്മൾ എന്തായാലും ഹെയർ കളർ ചെയ്യുമ്പോൾ ഡ്രൈ ആവുമില്ല എന്നല്ല, പക്ഷേ നമുക്ക് ബ്ലീച്ചിൻ്റെ ഒരു ലെവൽസ് ഉണ്ട്. ആ ലെവൽ അനുസരിച്ചാണ് നമ്മുടെ ഹെയർ ഒന്നും കൂടെ ഡ്രൈ ആക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ലെവൽസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെങ്ങനെ പറഞ്ഞു തന്നു, എന്ത് ഫസ്റ്റ് ലെവൽ ചെയ്താൽ മതി, അപ്പോൾ നമ്മുടെ ഹെയർ അത്രയും ഡ്രൈ ആവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നാലും ഉള്ളിലൊരു പേടിയുണ്ട്, ഫസ്റ്റ് ടൈം ഇങ്ങനെ ആയതുകൊണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ചിരുന്നു. അവർ ബ്ലീച്ച് ചെയ്തിട്ടാണ് കളർ അടിച്ചത്. അങ്ങനെ നമ്മളെ മനസ്സിൽ നിന്നാലൊരു പേടിയുണ്ട്, ഹെയർ ഡ്രൈ ആവും എന്നുള്ളൊരു സംഭവത്തിൽ. പക്ഷേ ഹെയറൊക്കെ കഴുകി കളഞ്ഞ് സെറ്റ് ചെയ്യുമ്പോഴും ഉള്ളിൽ പേടിയുണ്ട്, എന്തായിരിക്കും ഹെയറിൻ്റെ അവസ്ഥ നമുക്കറിയില്ലല്ലോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അന്നത്തെ ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ നമ്മുടെ ഓൾറെഡി ഹെയർ സെറ്റ് ചെയ്ത് വെച്ചാൽ അറിയില്ല. പിറ്റേ ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഈ സംഭവം നോക്കണേ. പക്ഷേ അതായത് അങ്ങനെ അവരത് ചെയ്തത് തന്നെയാണ്. അതായത് ഒരു ലെവൽക്കാണ് നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള പോലെ നമുക്ക് തോന്നുക. അപ്പം എൻ്റെ ഹെയർ അന്ന് ചെയ്തതിനേക്കാളും ഇന്ന് ഡ്രൈനെസ് വളരെ കുറവാണെന്നല്ല, ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഹെയർ ഡ്രൈ ആയിട്ടില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അവരുടെ വർക്കിനും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഹെയറിന് ഷാമ്പും പ്ലസ് കണ്ടീഷണറും യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. വീക്ക്ലി ട്വൈസ് നമ്മൾ നമ്മുടെ ഹെയർ ബാത്ത് കൊടുത്താൽ മതി. അങ്ങനെ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനൊരു ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.